മറന്നിട്ടില്ല അല്ലേ? അപ്പുറത്ത് ഒരു പറമ്പ് കൊടുക്കാണ്ടെന്ന് കേട്ട് വന്ന അപ്പോഴാ ഇത് നമ്മുടെ വീടാണെന്ന് അറിയുന്നത്. എന്നാ പിന്നെ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി. ഇവിടെ ഇപ്പൊ സെന്റിന് എന്താ വില? താനിപ്പോ ബ്രോക്കറാണോ? ഓ, സർക്കാർ ജോലിയൊക്കെ തീരാറായെന്നേ, പിന്നെ ജീവിക്കണ്ടേ. ബ്രോക്കർ എങ്കിൽ ബ്രോക്കർ, കുടുംബമൊക്കെ ഉള്ളതല്ലേ. ഇച്ചിരി വെള്ളം കിട്ടുമോ? നല്ല ദാഹം. അല്ല, താങ്കൾ പോണമെന്നില്ല, ഭാര്യയോട് പറഞ്ഞാലും മതി. അല്ല സാറേ, നിങ്ങൾ നമ്മൾ നേരത്തെ അറിയോ? ഇവിടെ ഒറ്റയ്ക്കാണോ? ഇന്നിപ്പോ ഒറ്റയ്ക്ക. ഭാര്യയില്ലേ? തന്റെയോ? എന്റെ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞെങ്കിൽ പോവാൻ നോക്കാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. പള്ളിപ്പാടൻ പണിയൊന്നുമില്ലാതെ വീട്ടിലിരിപ്പാണെന്നാ ഞാൻ കേട്ടത്. അല്ല, ആ സ്ഥലത്തിന്റെ വില പറഞ്ഞില്ല. തനിക്കിപ്പോ എന്താ ശരിക്കും അറിയേണ്ടത്? തന്റെ ഭാര്യ മിസ്സിംഗ് ആണെന്നൊരു പരാതി കേട്ടിട്ടാ ഞങ്ങൾ വന്നത്. എന്റെ ഭാര്യ മിസ്സിംഗ് ആണെങ്കിൽ ഞാനല്ലേ പരാതി പറയേണ്ടത്? എന്നിട്ട് എന്താ പറയാത്ത? ഭാര്യ മധുരയ്ക്ക് പോയതിന് ഞാനതിന് പരാതി പറയണം? ഒന്ന് വിളിക്കാവോ? പറ്റില്ല, ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാ പോയേക്കണേ. സാറേ, ഇത് നോക്കിയേ, ടി വി ഉണ്ടോ? ഈ ടി വി എങ്ങനെ പൊട്ടിയേ? അതെന്റെ കൈത്തട്ടിന് താഴെ വീണത്. കുറച്ചുകൂടെ വിശ്വസനീയമായ മറുപടിയാ ഞാൻ പ്രതീക്ഷിച്ചത്. നടന്നതല്ലേ പറയാൻ പറ്റൂ? നടന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് പറ, ഇന്നലത്തെ വഴക്കിന് ശേഷം ഭാര്യ എന്താ ചെയ്തത്? ചോദ്യം ചെയ്യലാണോ? ആണെങ്കിൽ ഒന്നാമത് നിങ്ങൾ യൂണിഫോമിലല്ല, കൂടെ ഒരു SIO CO ഇല്ല, റിട്ടേൺ കംപ്ലൈന്റും ഇല്ല. ഓ, സാറ് നിയമം പറയാണോ? അറിയാവുന്നതാണെങ്കിൽ അതൊന്ന് പറയണ്ടേ ശിവരാമ? പിന്നെ തന്നെ പോലെ വെറും ഒരു ASI വന്ന് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് പള്ളിപ്പാടന ക്ഷീണം. എടോ, താൻ വലിയ ഡയലോഗ് അടിക്കണ്ട. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തന്റെ ഷോൾഡറിൽ ഈ ചോരക്കര എന്താ? ഒരു കോഴി കൊന്ന. കോഴിയെ കൊന്ന അവിടെ ചോര വരുന്നത് എങ്ങനെയാ? അത് കൊല്ലുന്ന വിധം പോലെ ഇരിക്കും. സാർമാരുടെ ചോദ്യോത്തരോട് അവസാനിപ്പിക്കാം. എനിക്ക് വേറെ പണിയുണ്ട്. സാർമാർ ചെല്ലാൻ നോക്കാം, ഇല്ലെങ്കിൽ എനിക്ക് ബലമായിട്ട് ഇറക്കി വിടേണ്ടി വരും. ഞാൻ വരും. താൻ പറഞ്ഞ തോളിൽ നക്ഷത്രങ്ങളുള്ള റാങ്കുകാരെയും കുട്ടി. അതിനു മുമ്പ് പറ്റുവാണെങ്കിൽ ഏതെങ്കിലും പുത്തനുളിച്ചോ.